ഹലോ ഹായ് എല്ലാവർക്കും ലേണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഭരണഘടന എന്ന ടോപ്പിക്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടില്ല 25 MCQ ക്വസ്റ്റ്യൻസ് ആണ്. മാരത്തോൺ MCQ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം, രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര വരെയാകാം? പരമാവധിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എത്ര വരെയാകാം? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 250, ഓപ്ഷൻ ബി 280, ഓപ്ഷൻ സി 230, ഓപ്ഷൻ ഡി 245. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര വരെയാകാം? 250 വരെയാകാം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 250. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ് അല്ലെ പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ ഉപരി സഭയാണ് രാജ്യസഭ എന്ന് പറയുന്നത്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. 3-1 അംഗങ്ങൾ 2 വർഷം കൂടുമ്പോഴാണ് വിരമിക്കുന്നത്. സഭ പിരിച്ചുവിടാൻ ആർക്കും അധികാരമില്ല. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നുമാണ്. ഓക്കെ, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഭരണഘടന അനുസരിച്ചിട്ട് രാജ്യസഭയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്ന് പറഞ്ഞത് 250 രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 30 വയസ്സാണ്. രാജ്യസഭ രൂപീകരിച്ചത് 1952 ഏപ്രിൽ 3-നാണ്. ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13-നാണ്. ഓക്കെ, അപ്പൊ രൂപീകരിച്ചത് 1952 ഏപ്രിൽ 3-നും ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13-നുമാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ സമ്മേളനങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നതും ഉപരാഷ്ട്രപതി തന്നെയായിരിക്കും. ഉപരാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാജ്യസഭയുടെ ദൈനംദിന കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ്. രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും അംഗങ്ങളുടെ ശമ്പളങ്ങളും മറ്റും ആനുകൂല്യങ്ങളും തുല്യമാണ് കേട്ടോ. ഭരണഘടന അനുസരിച്ച് രാജ്യസഭയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണെന്നാണ് പറഞ്ഞത്? 250 രാജ്യസഭാംഗങ്ങളുടെ കാലാവധി എത്രയാണെന്ന് പറഞ്ഞത് 6 വർഷം. രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30 വയസ്സാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയാണ് പാർലമെന്റ് എന്ന് പറഞ്ഞത് അല്ലെ. പാർലമെന്റ് എന്ന് പറയുന്നത് ദ്വിമണ്ഡല സഭയാണ്. അതായത് പാർലമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? രാജ്യസഭ പെടുന്നുണ്ട്, ലോക്സഭ പ്ലസ് രാഷ്ട്രപതി. രാജ്യസഭ, ലോക്സഭ, രാഷ്ട്രപതി എന്നിവർ ചേർന്നാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലെ. ഇന്ത്യൻ പാർലമെന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സൻസദ് ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പാർലമെന്റിനെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം എത്രാമത്തെ അനുച്ഛേദമാണ്? 79 ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്രയാണ്? 11001 ആണല്ലേ. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള സാധാരണ കാലയളവ് 6 മാസമാണ്. 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള സാധാരണ കാലയളവ് എത്രയാണ്? 6 മാസമാണ്. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വർഷം 1927 ജനുവരി 18-നാണ്. ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഇർവിൻ പ്രഭുവാണ്. ലോർഡ് ഇർവിൻ ആണ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു രാജ്യസഭയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം 250 പറഞ്ഞല്ലേ. ആ 250 അംഗങ്ങളിൽ 12 അംഗങ്ങൾ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്ന് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നവരാണ്. നാമനിർദ്ദേശത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഇല്ല. എന്താണ്? 250 പേരിൽ 12 അംഗങ്ങൾ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ നിന്ന് ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ്. എന്നാൽ നാമനിർദ്ദേശത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല. 12 അംഗങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കും അല്ലെ. ബാക്കി ശേഷിക്കുന്ന 238 അംഗങ്ങളെ ഓരോ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാംഗങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 238 പേര്, 12 പേര് കലാ, സാഹിത്യം, ശാസ്ത്രം, 238 പേര് ഓരോ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. രാഷ്ട്രപതി 2 സഭകളിലും അംഗമല്ല അല്ലെ. 2 സഭകളിലും അംഗമല്ലെങ്കിലും സഭകളുടെ സമ്മേളനത്തിൽ പങ്കെടുത്തില്ലെങ്കിലും രാഷ്ട്രപതി പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം 2 സഭകളിലും പാസ്സായ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമാണ് അതൊരു നിയമമായി മാറുകയുള്ളൂ.
കാലാവധിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? 6 വർഷമാണ് അല്ലെ. ലോക്സഭയോ 5 വർഷം. ലോക്സഭയുടെ കാലാവധി 5 വർഷം, രാജ്യസഭയുടെ കാലാവധി അങ്ങനെ നിശ്ചിത കാലാവധി ഇല്ല. മനസ്സിലായില്ലേ? രാജ്യസഭാ അംഗത്തിന്റെ കാലാവധിയാണ്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷം, ലോക്സഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷം. ഇനി ലോക്സഭയുടെ കാലാവധി 5 വർഷം, രാജ്യസഭയ്ക്ക് അങ്ങനെ പ്രത്യേകം നിശ്ചിത കാലാവധി ഇല്ല. അടുത്ത ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി MA അൻസാരി, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ബിസ്മാർക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രി, അഖിലേന്ത്യാ സർവീസിന്റെ പിതാവ്. ചോദ്യങ്ങൾ പലതായിക്കോട്ടെ, ഉത്തരം ഒന്നേ ഉള്ളൂ. അത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹം ജനിച്ചത് 1875 ഒക്ടോബർ 31 ഗുജറാത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം മരണപ്പെട്ടത് 1950 ഡിസംബർ 15 എനിക്കൊരു കൾച്ചറേ അറിയൂ, അതാണ് അഗ്രികൾച്ചർ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്നം ലഭിച്ചത്. ഭാരതരത്നം ലഭിച്ച വർഷം 1991 അല്ലെ. നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഗുജറാത്തിൽ നർമ്മദ നദിക്ക് കുറുകെ സർദാർ സരോവർ ഡാമിൽ അല്ലെ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയാണത്. 182 മീറ്ററാണ്, അതായത് 597 അടിയാണ്. ആ പ്രതിമയുടെ ശില്പി റാം വി സുധറാണ്. പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന ദ്വീപ് ഏതാണ്? സാധു ബെറ്റ് ദ്വീപാണ്. നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ അല്ലെ. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഭാഗം 3. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അമേരിക്കയിൽ നിന്നാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗമാണ് ഇത് ഭാഗം 3 എന്ന് പറയുന്നത്. മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനും മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിൽ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും കഴിയും. ഓക്കെ, അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശ നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തും നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20, 21. നമ്മൾ പറഞ്ഞല്ലോ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞു. എന്നാൽ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നിയന്ത്രണമില്ലാത്ത അല്ലെങ്കിൽ നിലനിൽക്കുന്ന മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് 20ഉം 21ഉമാണ്. ഓക്കെ, എന്തൊക്കെയാണ് മൗലിക അവകാശങ്ങൾ? എന്തൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം 14-18 സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശം എന്നിവയൊക്കെയാണ് മൗലിക അവകാശങ്ങൾ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ പറയുന്നത്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ലെന്ന് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 43, അനുച്ഛേദം 37, അനുച്ഛേദം 40, അനുച്ഛേദം 39. എത്രാമത്തെ അനുച്ഛേദത്തിലാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ലെന്ന് പ്രതിപാദിക്കുന്നത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, അനുച്ഛേദം 37. പാർലമെന്ററി ജനാധിപത്യം, ഏക പൗരത്വം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ, ദ്വിമണ്ഡലസഭ, തെരഞ്ഞെടുപ്പ്, സ്പീക്കർ, CAG, രാഷ്ട്രതലവന് നാമമാത്രമായ അധികാരം, കൂട്ടുത്തരവാദിത്വം തുടങ്ങിയ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി അയർലൻഡ്, ഓപ്ഷൻ ഡി കാനഡ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ബ്രിട്ടൻ. മൗലികാവകാശങ്ങൾ, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റ് ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്നിവയ്ക്കാണ് USA എന്ന് കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ.
ബാക്കിയുള്ള ഈ പാർലമെന്ററി ജനാധിപത്യം, നിയമവാഴ്ച, ഏക പൗരത്വം, CAGയുടെ ഓഫീസ്, റിട്ടുകൾ, ക്യാബിനറ്റ് സമ്പ്രദായം എന്നിവയെല്ലാം ബ്രിട്ടനിൽ നിന്നും കടമെടുത്ത ആശയങ്ങളാണ്. അയർലൻഡ് എന്ന 3 കാര്യങ്ങളാണ്: മാർഗനിർദ്ദേശ തത്വങ്ങൾ, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതി അധികാരം എന്നിവയെല്ലാം അയർലൻഡിൽ നിന്നും കടമെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. കാനഡയിൽ നിന്ന് ഫെഡറൽ സംവിധാനം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരം എന്നിവയെല്ലാം കാനഡയിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നുമാണ്. ബ്രിട്ടനിൽ നിന്നാണ് 1 2 3 4 5 6 ആറിലധികം കാര്യങ്ങളാണ് ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? പാർലമെന്ററി ജനാധിപത്യം, നിയമവാഴ്ച, ഏക പൗരത്വം, CAGയുടെ ഓഫീസ്, റിറ്റുകൾ, ക്യാബിനറ്റ് സമ്പ്രദായം എന്നിവയെല്ലാം എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടനിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, പാർലമെന്റ് ഇന്ത്യയുടെ പൗരത്വ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1988, 1966, 1985, 1944. പാർലമെന്റ് ഇന്ത്യയുടെ പൗരത്വ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1955 ആണ്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 10. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 9. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എത്രയാണ്? 9 പേരാണ്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 തവണ, ഓപ്ഷൻ ബി 2 തവണ, ഓപ്ഷൻ സി 5 തവണ, ഓപ്ഷൻ ഡി 3 തവണ. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? അതായത് ഇന്ത്യൻ ഭരണകൂടയുടെ ആത്മാവാണ് അല്ലെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവാണ് ആമുഖം എന്ന് പറയുന്നത്. ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഒറ്റ തവണ മാത്രമാണ്. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ 1 തവണ. ആമുഖം എത്ര തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്? ഒറ്റ തവണ. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവായി വിശേഷിപ്പിക്കുന്നതാണ് ആമുഖം എന്ന് പറയുന്നത്. ആമുഖം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം അമേരിക്കയാണ് കേട്ടോ. ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളെ സാരാംശമായി കണക്കാക്കുന്നത് ആമുഖത്തെയാണ്. ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സിലേക്കുള്ള താക്കോലായി കണക്കാക്കപ്പെടുന്നതും ഏതിനെ തന്നെയാണ്? ആമുഖത്തെ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നതാണ് ആമുഖം. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രതിനിധാനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യമെന്നാണ് ആമുഖത്തിൽ അനുശാസിക്കുന്നത്. ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നിലവിൽ വന്നത് 1950 ജനുവരി 26 ആണ്. 1946 ഡിസംബർ 13 കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി നമുക്കറിയാം BR അംബേദ്കർ എന്നറിയാം. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. കാര്യം ആമുഖം ആരുടെ നിന്നാണ് കിട്ടിയത്? ആരാണ് അത് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം എന്ന് അവതരിപ്പിച്ച 1946 ഡിസംബർ 13 എവിടെ വെച്ച്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വെച്ച് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് തുടങ്ങിയിട്ടാണ്. ഒരേ ഒരു തവണയാണ് ഭരണഘടന ആമുഖം ഭേദഗതി ചെയ്തത്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെയാണ് ഒറ്റ തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളൂ. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലെ. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കാണുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൗലിക കടമകൾ, ഓപ്ഷൻ ബി ആമുഖം, ഓപ്ഷൻ സി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. എവിടെയാണ് ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിൽ കാണുന്നത് എവിടെയാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, നിർദ്ദേശക തത്വങ്ങൾ.
അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് എത്രയാണ്? നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞ ഒരു കാര്യമാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 111000, ഓപ്ഷൻ ബി 110001, അതാണ് അല്ലേ, 110001 ആണ്. ഓപ്ഷൻ സി എന്താ കൊടുത്തിരിക്കുന്നത്? 110110, ഓപ്ഷൻ ഡി 101010. സോ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, 110001. അടുത്ത ചോദ്യമാണ് 10ാമത്തെ ചോദ്യം, പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പാർലമെന്റിന്, ഓപ്ഷൻ ബി ഇന്ത്യ ഗവൺമെന്റിന്, ഓപ്ഷൻ സി സുപ്രീം കോടതിക്ക്, ഓപ്ഷൻ ഡി ലോക്സഭ. പൗരത്വത്തെ സംബന്ധിക്കുന്ന നിയമം പാസ്സാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിനാണ്. സോ ദി റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ പാർലമെന്റ്. അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യം, ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 7. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എത്ര മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു? ദി റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി 7. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യമായി യോഗം ചേർന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 9 ഡിസംബർ 1946, ഓപ്ഷൻ ബി 26 ജനുവരി 1950, ഓപ്ഷൻ സി 26 നവംബർ 1949, ഓപ്ഷൻ ഡി 15 ഓഗസ്റ്റ് 1947. ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ ആണ്, 9 ഡിസംബർ 1946 ഭരണഘടനാ നിയമനിർമ്മാണ സഭ ആദ്യമായി യോഗം ചേർന്നത്. അടുത്ത ചോദ്യം 13ാമത്തെ ചോദ്യം, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണ്? അനുച്ഛേദം 36 മുതൽ 51 വരെ, ഓപ്ഷൻ ബി അനുച്ഛേദം 37 മുതൽ 52 വരെ, ഓപ്ഷൻ സി അനുച്ഛേദം 35 മുതൽ 50 വരെ, ഓപ്ഷൻ ഡി അനുച്ഛേദം 34 മുതൽ 49 വരെ. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദ്യം. ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ അനുച്ഛേദം 36 മുതൽ 51 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന ഭാഗം എത്രയാണ്? ഭാഗം 4 ആണ് അല്ലെ. ഭരണഘടനയിലെ മാർഗനിർദ്ദേശ തത്വങ്ങൾ ഉൾപ്പെടുന്ന വകുപ്പാണ് നമ്മൾ പറഞ്ഞത് ആർട്ടിക്കിൾ 36 തൊട്ടിട്ട് 51 വരെ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് എന്ത്? മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ? എന്താണ്? ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാനൊന്നും കഴിയില്ല. എന്നാൽ മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയും. മാർഗനിർദ്ദേശക തത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്? കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലൻഡാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം അത് സ്പെയിൻ ആയിരുന്നു. അടുത്ത ചോദ്യമാണ് 14ാമത്തെ ചോദ്യം, സർക്കാർ ചെലവുകളുടെ നിയന്ത്രണ അധികാരം ആർക്കാണ്? ഓപ്ഷൻസ് നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ആസൂത്രണ കമ്മീഷൻ, ഓപ്ഷൻ സി ധനമന്ത്രാലയം, ഓപ്ഷൻ ഡി ധനകാര്യ കമ്മീഷൻ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ധനമന്ത്രാലയം. സർക്കാർ ചെലവുകളുടെ നിയന്ത്രണ അധികാരം ആർക്കാണ്? ധനമന്ത്രാലയം. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. കാണുമ്പോൾ ഭയങ്കര വലിയ ചോദ്യമാണെങ്കിലും വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണ് നേരത്തെ വരുന്നത്? അത്. ഓപ്ഷൻ ബി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണ് നേരത്തെ വരുന്നത്? അത്. ഓപ്ഷൻ സി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണ് നേരത്തെ വരുന്നത്? അത്. ഓപ്ഷൻ ഡി 4 അല്ല 3 അല്ല 5 അല്ല അല്ലേ. അപ്പോൾ ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഏതാണ് നേരത്തെ വരുന്നത്? അത്. 6 വർഷം, അതിന് മുൻപേ 65 വയസ്സാവുകയാണെങ്കിൽ കാലാവധിയോടെ കഴിയും. അപ്പോൾ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്. 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്.
അടുത്ത ചോദ്യമാണ് 16ാമത്തെ ചോദ്യം. ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ഇന്ത്യയിൽ എത്തിയത് എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1946 മാർച്ച് 24, ഓപ്ഷൻ ബി 1947 മാർച്ച് 18, ഓപ്ഷൻ സി 1946 മാർച്ച് 10, ഓപ്ഷൻ ഡി 1900 തന്നെ ആയിരിക്കും കേട്ടോ, 1947 ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ്, 1947 മാർച്ച് 20. ഏതാണ് റൈറ്റ് ആൻസർ? മാർച്ച് 24 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് നോക്കിയാൽ മതി. മാർച്ച് 24 എന്ന് കൊടുത്തത് 1946 മാത്രമേ കൊടുത്തുള്ളൂ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ഇന്ത്യയിലെത്തിയത്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷ ഫീസ് എത്രയാണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷേ സാധാരണക്കാർക്ക് എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 10 രൂപ, ഓപ്ഷൻ ബി 15 രൂപ, ഓപ്ഷൻ സി 25 രൂപ, ഓപ്ഷൻ ഡി 20 രൂപ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അത് ബാധകമല്ല, അതിന് മുകളിലാണെങ്കിൽ 10 രൂപ കൊടുക്കണം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് നൽകേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ്? 10 രൂപയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം എന്നാണ്? 2005. ഡേറ്റ് ഓർമ്മയുണ്ടാവും. ജൂൺ 15 കേട്ടോ. 2005 ജൂൺ 15 പാസാക്കിയത്. എന്നാൽ നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 ഒക്ടോബറിലാണ് നിലവിൽ വന്നത്. അതിന് പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിലും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിലും വിശ്വസതയും സുതാര്യതയും വർദ്ധിപ്പിക്കുക, അഴിമതി ഇല്ലാതാക്കുക എന്നുള്ളതാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആയിരിക്കണം. സമർപ്പിക്കുന്നതിനായി 10 രൂപയാണ് അല്ലേ? കോർട്ട് ഫ്രീ സ്റ്റാമ്പ് പതിച്ച അപേക്ഷയാണ് സമർപ്പിക്കേണ്ടത്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 30 ദിവസത്തിനകം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷകളുടെ മറുപടി 35 ദിവസത്തിനകം ലഭ്യമാകണം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നൽകുന്ന അപേക്ഷയ്ക്കുള്ള മറുപടി 35 ദിവസം. ഇനി അതൊരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം എന്നാണ് പറയുന്നത്. ഇനി അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ, അതായത് ആ സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയാൽ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷൻ ഒരു തുക അടയ്ക്കണം. അത് 250 മുതൽ 25,000 രൂപ വരെ ആകാം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് വിവരാവകാശ നിയമം അറിയപ്പെടുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതികളും ഒഴികെ മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാനുള്ള അധികാരമില്ല. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് അതിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു കോടതിക്കും വിവരാവകാശ നിയമം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ സാധിക്കില്ല. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകേണ്ടത് മറുപടി ലഭിച്ച അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിച്ച് 30 ദിവസത്തിനുള്ളിലാകണം കേട്ടോ. രണ്ടാം അപ്പീൽ 90 ദിവസത്തിനകം നൽകണം. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷ പ്രകാരമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി മറ്റൊരു അധികാരിക്ക് കൈമാറേണ്ടി വന്നാൽ അത് അപേക്ഷ ലഭിച്ച് 5 ദിവസത്തിനുള്ളിൽ നൽകണമെന്നാണ് പറയുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ, അതായത് BPL, അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല. വിവരാവകാശ നിയമം ബന്ധപ്പെട്ടിരിക്കുന്ന മൗലികാവകാശം എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അടുത്ത ചോദ്യമാണ് 18ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് അനുശാസിക്കുന്ന മൗലിക കടമ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. 51A ആണ് എല്ലാം. അത് C ആണോ, H ആണോ, J ആണോ, K ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ഇന്ത്യയുടെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് അനുശാസിക്കുന്ന മൗലിക കടമ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം, ആർട്ടിക്കിൾ ഏതാണ്? റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 51AC. അടുത്ത ചോദ്യം നോക്കിക്കേ, 19ാമത്തെ ചോദ്യം. ഏത് വർഷമാണ് സാധന വിൽപ്പന നിയമം പാസ്സാക്കിയത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1930, ഓപ്ഷൻ സി 1936, ഓപ്ഷൻ ഡി 1937. ഏത് വർഷമാണ് സാധന വിൽപ്പന നിയമം പാസ്സാക്കിയത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1930. അടുത്ത ചോദ്യം 20ാമത്തെ ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു അംഗം എത്ര പേരെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 8 ലക്ഷം, ഓപ്ഷൻ ബി 12 ലക്ഷം, ഓപ്ഷൻ സി 5 ലക്ഷം, ഓപ്ഷൻ ഡി 10 ലക്ഷം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ഒരു അംഗം എത്ര പേരെയാണ് പ്രതിനിധീകരിച്ചിരിക്കുന്നത്? റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 10 ലക്ഷം പേരെയാണ് അല്ലേ.
അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ ഇന്ത്യൻ നിയമമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പി ശിവശങ്കർ, ഓപ്ഷൻ ബി ദിനേശ് ഗോസ്വാമി, ഓപ്ഷൻ സി റാം ജന്മലാനി, ഓപ്ഷൻ ഡി HR ഗോഖലെ. മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ നിയമമന്ത്രിയാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി HR ഗോഖലെ. അടുത്ത ചോദ്യമാണ് 22ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ എവിടെ നിന്നാണ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തുള്ളത്? ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഫ്രാൻസ്, കാനഡ, USSR, ഓപ്ഷൻ ഡി ബ്രിട്ടൻ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി USSR. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ USSR ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യം. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 6 വർഷം, ഓപ്ഷൻ ബി 8 വർഷം, ഓപ്ഷൻ സി 5 വർഷം, ഓപ്ഷൻ ഡി 9 വർഷം. രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. അപ്പോൾ പറഞ്ഞു രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ് അല്ലേ. ലോക്സഭയിലെ അംഗങ്ങളുടെ കാലാവധിയോ 5 വർഷം. ഓക്കെ, ലോക്സഭയിലെ അംഗങ്ങളുടെ കാലാവധിയാണ് 5 വർഷം, രാജ്യസഭയിലെ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അടുത്ത ചോദ്യം 24ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഭരണഘടനയുടെ അനുച്ഛേദം 21A ഡാഷ് എന്നതിനുള്ള അവകാശം നൽകുന്നു. എന്തിനുള്ള അവകാശമാണ് നൽകുന്നത്? 21A. ജോലി, സ്വകാര്യത, സമത്വം, വിദ്യാഭ്യാസം. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 21A എന്താണ്? എഡ്യൂക്കേഷൻ ആണ് അല്ലേ. മൗലികാവകാശങ്ങളിലാണ് ഈ ആർട്ടിക്കിൾ 21A വരുന്നത്. ആർട്ടിക്കിൾ 21A എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിലാണ്. 19-22 അല്ലേ, 19-22 ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അതിലാണ് ആർട്ടിക്കിൾ 21 വരുന്നത്. ആർട്ടിക്കിൾ 21A പറയുന്നത് എന്താണ്? 6നും 14നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും സാർവത്രികവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. പാർലമെന്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 26-നാണ്. പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20-ഉം അതുപോലെ തന്നെ 21-ഉം. നമ്മൾ പറഞ്ഞു അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20, 21 ആർട്ടിക്കിൾ 20 എന്താണ്? കുറ്റം ചെയ്തവരെ സംബന്ധിച്ചുള്ള സംരക്ഷണമാണ്. അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാൻ പാടില്ല. ഒരു കുറ്റത്തിന് ഒരു വ്യക്തിയെ ഒന്നിലധികം തവണ ശിക്ഷിക്കാനും പാടില്ല. ഒരു വ്യക്തിയെ അയാൾക്കെതിരെ തന്നെ തെളിവുകൾ നൽകാൻ പ്രേരിപ്പിക്കാനും പാടില്ല. അപ്പോൾ ഇതാണ് ആർട്ടിക്കിൾ 20. 21 എന്ന് പറയുന്നത് ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 20ഉം 21ഉം അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിളുകളാണ്. അടുത്ത ചോദ്യം 25ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം സ്വീകരിച്ചത് എവിടെ നിന്നാണ്? കടമെടുക്കൽ ക്വസ്റ്റ്യൻസ് 4ാമത്തെ പ്രാവശ്യം വന്നിരിക്കുന്നത് അല്ലെ. ഏത് രാജ്യത്താണ് ആ ആശയം കടമെടുത്തിട്ടുള്ളത്? ഏത് രാജ്യത്തു നിന്നാണ്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നു റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി UK, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി ജപ്പാൻ. റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി UK. ഇന്ത്യൻ ഭരണഘടന ഏക പൗരത്വം എന്ന ആശയം സ്വീകരിച്ചത് എവിടെ നിന്നാണ്? UK-യിൽ നിന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്ന ടോപ്പിക് ഇന്നതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ഉള്ള മാരത്തോൺ MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ നമുക്ക് കുറേയധികം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഇനി നമുക്ക് പറയാനുണ്ട്. ലോ ഓഫ് ലാൻഡ് എന്നറിയപ്പെടുന്നതാണ് ഭരണഘടന. ലോ ഓഫ് ലാൻഡ് ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമ സംഹിതയാണ് എന്ത്? ഭരണഘടന എന്ന് പറയുന്നത്. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂർ അത് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന എന്ന വാക്കിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഭരണഘടന എന്ന് പറയുമ്പോൾ അത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലിഖിത ഭരണഘടനയുണ്ട്, അലിഖിത ഭരണഘടനയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അത് ഇന്ത്യയുടെയാണ്. അപ്പോൾ ഏറ്റവും ചെറുതായ ഏതിൻ്റെയാണ്? അമേരിക്കയുടെയാണ്. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടനിൽ നിന്നാണ്. അതുകൊണ്ടാണ് പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ അല്ലേ.
ലോകത്തിലെ ആദ്യ ജനാധിപത്യ രാജ്യം ഏതാന്നാ പറഞ്ഞ ഗ്രീസാന്ന് പറഞ്ഞു അല്ലെ. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഗ്രീസ്. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം ഏതാണ്? ബ്രിട്ടനാണ്. അപ്പൊ ഏറ്റവും പുരാതനമായ ആധുനിക ജനാധിപത്യ രാജ്യം അത് ബ്രിട്ടനാണ്. ആദ്യ ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നതും ഗ്രീസാണ്. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം സ്വിറ്റ്സർലൻഡാണ്. ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് ഏത് വർഷമാണ്? 1215 ജൂൺ 15-നാണ്. അപ്പൊ 12-15 ജൂൺ 15. 12-15 ജൂൺ 15-നാണ് ലോകത്തിൽ തന്നെ ആദ്യ അവകാശ പത്രം എന്ന് കണക്കാക്കപ്പെടുന്ന മാഗ്ന കാർട്ട ഒപ്പുവെച്ചത്. മാഗ്ന കാർട്ട ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ജോൺ 2-ാമനാണ് അല്ലെ. അങ്ങനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.